അതാ നെടുങ്കയം ആദിവാസി നഗറിലെ കുടുംബങ്ങൾ ഒരു വിനോദയാത്ര നടത്തി. അധികം ദൂരേക്കൊന്നുമല്ല, വളാഞ്ചേരി പാങ്ങിലെ ഒരു പാർക്കിലേക്കാണ്. എന്നാൽ എല്ലാവരും ഒത്തൊരുമിച്ച് ഇങ്ങനെ ഒരു യാത്ര ഇതാദ്യമാണ്. ആനന്ദ നിമിഷങ്ങളുടെ സംതൃപ്തി. വ്യവസായിയായ മലയിൽ മുഹമ്മദ് ഗദ്ദാഫിയാണ് ആദിവാസി നഗറിലെ കുടുംബങ്ങൾക്കായി ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയത്. നെടുങ്കയം വനത്തിൽ നിന്ന് നാടും നഗരവും കാണാൻ അവരെത്തി. അവരുടെ സായാഹ്നത്തെ മനോഹരമാക്കിയത് മലയിൽ ഗദ്ദാഫി എന്ന വ്യവസായിയാണ്. 103ഓളം കുടുംബങ്ങളാണ് നെടുങ്കയത്ത് നിന്ന് ഈ വളാഞ്ചേരിയിലെ പാർക്കിലേക്ക് എത്തിയത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം മനസ്സിലേക്ക് വന്നത്? ഞങ്ങൾ ഓണ സമയത്ത് ഇങ്ങനെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾ ഈ പാർക്കിനെ പറ്റി അവരോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർക്ക് അതിയായ താല്പര്യം വന്നു. അന്ന് ഞാൻ ക്ഷണിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബസ്സുകളിലായി ഇവിടെ കൊണ്ടുവന്നു. രാവിലെ കൊണ്ടുവന്നതാണ്. അവിടെ കലാപരിപാടികളെല്ലാം ആസ്വദിച്ചു. ഇനി അവർക്ക് തൊഴിൽ നൽകുക എന്നൊരു ലക്ഷ്യത്തോട് അതിലുപരി അവിടെ ഞങ്ങൾ മില്ലറ്റ് ഐറ്റംസ് ഉണ്ട്. അത് നമുക്ക് കൃഷി ചെയ്ത് അവർക്കൊരു തൊഴിൽ സാധ്യത ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതിക്ക് ഞങ്ങൾ തുടക്കമുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആദ്യമായിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു പരിപാടി ഇത്ര ജീവിതത്തിൽ നല്ല ആസ്വദിക്കുന്നുണ്ട്. പിന്നെ പാർക്കാണ്, ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. അവരുടെ സന്തോഷത്തിന്റെ ഭാഗമാവുക, ഒപ്പം തന്നെ നമുക്കും അതിലൂടെ സന്തോഷം കിട്ടും. അതെ, ഞങ്ങൾ ഇതുപോലെ മാഞ്ചേരി കോളനി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നല്ലൊരു അവർക്കൊക്കെ ഒരു ഇതുവരെ അവർ നാടെന്താന്ന് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവരെ ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് എത്തിച്ചത്. നല്ല രസമായിരുന്നു, സൂപ്പറായിരുന്നു. ഇതുപോലൊരു വിനോദയാത്ര കിട്ടിയിട്ടില്ല. യാത്ര വളരെ നന്നായിരുന്നു. സാറെ കൂടിയിട്ട് ഇപ്പോൾ 5ാമത്തെ വർഷമായിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഓരോ വർഷവും നമ്മുടെ ട്രൈബൽ ആളുകൾക്ക് ഇതേപോലെ ഓരോ നഗരങ്ങളിലുള്ള ആൾക്കാർക്ക് ഓരോ പുതു അനുഭവങ്ങളാണ് ഞങ്ങൾ സമ്മാനിക്കുന്നത്. ഇനി അടുത്തത് ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി വിമാനത്തിലൂടെ സഞ്ചരിക്കുക അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലൂടെയൊക്കെ പറക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ കുട്ടികൾ പങ്കുവച്ചിരുന്നു. അപ്പോൾ അതിനും കൂടി സാധിക്കാൻ കഴിയട്ടെ എന്ന് അഭ്യർത്ഥിച്ചു. അക്ഷരാർത്ഥത്തിൽ ഒരു വിനോദയാത്ര. നാടും നഗരവും ആസ്വദിച്ച് മനസ്സ് നിറഞ്ഞാണ് കാടിന്റെ മക്കൾ മടങ്ങിയത്. അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അരുണമർനാഥ് തന്നെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അരുണെ, നമ്മൾ അമ്മമാരുടെ യാത്രയുടെ സന്തോഷം, അവരുടെ ആ ഒരു ആനന്ദം കണ്ടു തീർന്നില്ല. അത് കഴിഞ്ഞതാ ഇപ്പോൾ ഈ ഒരു ആദിവാസി കുടുംബങ്ങളുടെ യാത്ര. അവരൊക്കെ ചെറിയ യാത്രകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ എല്ലാവരും ഒത്തൊരുമിച്ച് ഇങ്ങനെ ഒരു യാത്ര അത് ആദ്യമായിട്ടാകും അല്ലേ? ജയലക്ഷ്മി, അപ്പോൾ യാത്രകളുടെ ഒരു കഥ തന്നെയാണ് തത്സമയ റിപ്പോർട്ടറിലൂടെ ഒരു യാത്രയായി തന്നെ നമ്മൾ പറഞ്ഞു വരുന്നത്. മറ്റൊരു സുന്ദര കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അതായത് നാടും നഗരവും അങ്ങനെ പരിചിതമല്ലാത്തവർ എന്നൊന്നും പറയാൻ സാധിക്കില്ല. അവർക്ക് പരിചയമുണ്ട്. പക്ഷെ അവരുടെ ഒരു നാടൊന്നാകെ അല്ലെങ്കിൽ ആ പ്രദേശം ഒന്നാകെ അവർ കുടുംബസമേതം ഒത്തൊരുമിച്ച് ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നത് തന്നെ ആദ്യമായാണ്. അങ്ങനെ മതി മറന്ന് അവർക്ക് സന്തോഷിച്ച ഒരു കാഴ്ച അത് സമ്മാനിച്ചത് മലയിൽ ഗദ്ദാഫി എന്ന് പറയുന്ന ഒരു വ്യവസായിയായിരുന്നു. അദ്ദേഹത്തിന്റെ തന്നെ ഫാം ഹൗസിൽ ആ ഒരു അവസരം ഒരുക്കി അവർക്ക് ഒരു എല്ലാ വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കി അവരുടെ കലാരൂപങ്ങൾ അവിടെ അവതരിപ്പിച്ച് അത് അവിടെ എത്തിയവരെല്ലാവരും തന്നെ കണ്ട് ആസ്വദിച്ച് ഒരു നാടിന്റെ തന്നെ പൈതൃകവും അവരുടെ സംസ്കാരവും ഒക്കെ വിളിച്ചോതുന്ന ഒരു കാഴ്ച കൂടി അതിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവരുടെ ജീവിത തിരക്കുകളിലൊക്കെ അത്തരത്തിൽ വനമേഖലയിലൊക്കെ ജോലി ചെയ്തു വരുന്നവരാണ്. ഒരു പക്ഷേ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് അവർ ഇത്തരം നഗരങ്ങളിലേക്ക് ഇറങ്ങാറ്. അപ്പോൾ ഇങ്ങനെ ഒരു ഉല്ലാസയാത്ര അവരെ സംബന്ധിച്ച് ആ ഒരു സായാഹ്നം എന്ന് പറയുന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. എത്രത്തോളം സന്തോഷം അവരുടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അവരുടെ ഓരോരുത്തരുടെയും നമ്മൾ അടുത്ത് പോകുമ്പോൾ തന്നെ അവർ ചിരിച്ച് നമ്മളോട് അവരുടെ വിശേഷങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അത് കേട്ടിരുന്നാൽ തന്നെ നമ്മുടെ അന്നത്തെ ആ ഒരു സായാഹ്നം സമ്പൂർണമായ ഒരു അനുഭൂതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്തായാലും മലയിൽ ഗദ്ദാഫി ഇനിയും ഇത്തരം ആശയമായി ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം സന്ദേശവും മാതൃകയാക്കേണ്ടത് തന്നെയാണ്. ഇനിയും അവർക്ക് പുതുമയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. ജയലക്ഷ്മി.